നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ എപ്പോഴും രണ്ട് ശബ്ദങ്ങൾ തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രതീക്ഷയുടെ ശബ്ദം, മറ്റൊന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നിരാശയുടെ ശബ്ദം. ഖുർആനിലെ 14-ാമത്തെ ജുസു ഈയൊരു ആന്തരിക സംഘർഷത്തെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയം ഇതിൽ ഏത് ശബ്ദത്തിനാണ് കാതുകൊടുക്കേണ്ടത്? നമുക്കൊരുമിച്ച് നോക്കാം. റമദാനൊക്കെ പകുതിയാകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ആത്മീയമായ എനർജി ചെറുതായിട്ടൊന്ന് കുറയുന്നതുപോലെ അങ്ങനൊരു ഫീല് നമ്മൾ പലർക്കും വരാറില്ലേ? സത്യം പറഞ്ഞാ അതൊരു സാധാരണ ക്ഷീണമല്ല, അതൊരു നിർണായകമായ പോയിന്റാണ്. മുന്നാട്ട് അതേ ആവേശത്തോടെ പോകണോ അതോ ഇവിടെ വെച്ച് തളർന്നു പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു നിമിഷം. ഈ ജുസ്സിന്റെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഈ ഒരു പോരാട്ടം തന്നെയാണ്. ഒരു സൈഡില് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വരുന്ന പ്രതീക്ഷയുടെ ആ ഒരു വെളിച്ചം, എന്നാൽ മറുഭാഗത്ത് എവിടെ നിന്നോ വരുന്ന നിരാശയുടെ ഇരുണ്ട മന്ത്രണങ്ങൾ. ഇതിൽ ഏത് ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്? അപ്പൊ ശരി, നമുക്കാദ്യം ഈ നിരാശയുടെ ശബ്ദത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇതെവിടെ നിന്നാണ് വരുന്നത്? നമ്മളെ വീഴ്ത്താൻ അതെന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? അതൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാമോ, ഈ നിരാശയുടെ ഏറ്റവും വലിയ ആൾരൂപം, അതായത് ഇബ്ലീസ്, ആ പേരിന്റെ അർത്ഥമെന്താണെന്ന്? അബ്ലസ എന്ന വാക്കിൽ നിന്നാണ് അത് വരുന്നത്. അതിനർത്ഥം അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശനായവൻ എന്നാണ്. ഒന്നാലോചിച്ചു നോക്കൂ, അവന്റെ ഐഡന്റിറ്റി തന്നെ പ്രതീക്ഷയില്ലായ്മയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അവൻ പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ പോലും പൊറുക്കാൻ തയ്യാറായ റബ്ബ്. പക്ഷെ അവൻ തെരഞ്ഞെടുത്തത് നിരാശയുടെ വഴിയായിരുന്നു. നമ്മളെ വഴിതെറ്റിക്കാൻ ഷെയ്ത്വാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു 3 സ്റ്റെപ്പ് പ്ലാനാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായി തസീൻ, അതായത് അവൻ പാപത്തെ നമ്മുടെ കണ്ണിന് വളരെ ഭംഗിയുള്ള ഒന്നായി കാണിച്ചു തരും. രണ്ടാമതായി മസ്ലഹ, അതിനൊരു ന്യായീകരണം കൂടി കണ്ടെത്തിത്തരും. ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നിപ്പിക്കും. അവസാനം നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ആ ഒരു ദുർബല നിമിഷമുണ്ടല്ലോ, അത് മുതലെടുത്ത് നമ്മളെ ആ തെറ്റിലേക്ക് അങ്ങ് തള്ളിവിടും. പക്ഷേ ഈ ആയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഷെയ്ത്താന് നമ്മുടെ മേലൊരു അധികാരവുമില്ല. നമ്മളായിട്ട് അവന് വാതില് തുറന്നു കൊടുത്താൽ മാത്രമേ അവന്റെ സ്വാധീനം ഏൽക്കുകയുള്ളൂ. ആത്യന്തികമായി തീരുമാനം നമ്മുടെ കയ്യിലാണ്. അപ്പോ ഈ ജുസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ഇതാണ്: അല്ലാഹുവിന്റെ അനന്തമായ കാരുണ്യത്തിൽ നിരാശപ്പെടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവന്റെ പക്ഷം ചേരുന്നതിന് തുല്യമാണ്. പ്രതീക്ഷയെ മുറുകെ പിടിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ വിജയം. ഓക്കെ, ഇനി നമുക്ക് ആ രണ്ടാമത്തെ ശബ്ദത്തിലേക്ക് വരാം. അതായത് നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുവിൽ നിന്ന് നേരിട്ട് വരുന്ന പ്രതീക്ഷയുടെയും വെളിച്ചത്തിന്റെയും ആ തെളിവുകളിലേക്ക്. ഈ ജുസ് അല്ലാഹുവിന്റെ അതിമനോഹരമായ 2 പേരുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് അൽ ഖല്ലാഖ്, അതായത് പരമോന്നതനായ സൃഷ്ടാവ്. വെറുതെ സൃഷ്ടിക്കുകയല്ല, നിരന്തരമായി പുതുമയോടെ ധാരാളമായി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നവൻ. അവന്റെ സൃഷ്ടിപ്പിന് ഒരവസാനമില്ല. രണ്ടാമത്തെ പേര് അൽ അലീം, എല്ലാം അറിയുന്നവൻ, നമ്മളെക്കാൾ നന്നായി അറിയുന്നവൻ, നമ്മുടെ ഓരോ ആവശ്യവും ഓരോ വേദനയും ഓരോ ചിന്തയും അറിയുന്നവൻ. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, അൽ ഖലാഖ് എന്ന സൃഷ്ടാവും അൽ അലീം എന്ന സർവജ്ഞാനിയും ഒന്നിക്കുമ്പോൾ അവന്റെ ഓരോ സൃഷ്ടിപ്പിലും എത്രമാത്രം കരുതലും സ്നേഹവും ഉണ്ടാകും. സൂറത്തുൻ നഹ്ലില് അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചുറ്റുമൊന്ന് നോക്കുന്നില്ലേ എന്ന്. ഈ രാവും പകലും മാറി മാറി വരുന്നത്, ആകാശത്തെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കടലിലൂടെ പോകുന്ന കപ്പലുകളും, നമ്മൾ കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ അവന്റെ കാരുണ്യത്തിന്റെയും കഴിവിന്റെയും തെളിവുകൾ എണ്ണിയാൽ തീരാത്ത അത്ര നമുക്ക് ചുറ്റുമുണ്ട്. ആ സത്യം തന്നെയാണ് ഈ പ്രശസ്തമായ ആയത്തും നമ്മളോട് പറയുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കാൻ കഴിയില്ല. അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെവിടെയാണ് നിരാശയ്ക്ക് സ്ഥാനം? അല്ലേ? എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങളാൽ പൊതിയപ്പെട്ട നമുക്ക് എങ്ങനെ നിരാശരാകാൻ പറ്റും? നമ്മുടെ ശരീരത്തിന് ഭക്ഷണം തരുന്ന അതേ അല്ലാഹു നമ്മുടെ ആത്മാവിന് പ്രയാസങ്ങൾ വരുമ്പോൾ അതിനൊരു മരുന്ന് തരാതിരിക്കുമോ? ഒരിക്കലുമില്ല. ആ ദിവ്യമായ പ്രതിവിധി എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹുവിന്റെ ഒരു മഹത്തായ വാഗ്ദാനമാണിത്. തീർച്ചയായും നാമാണ് ഈ ധിക്ർ അവതരിപ്പിച്ചത്. തീർച്ചയായും നാം തന്നെ അതിനെ കാത്തുസൂക്ഷിക്കും. മനുഷ്യരാശിയുടെ വഴികാട്ടിയും നമ്മുടെ ആത്മാവിനുള്ള രോഗശാന്തിയുമായ ഈ ഖുർആൻ ലോകാവസാനം വരെ ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുമെന്നൊരു ഉറപ്പാണ് ഈ ആയത്ത്. അല്ലലീമായ അല്ലാഹു നമ്മളോട് പറയുന്നു, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കൊണ്ടോ ജീവിതത്തിലെ പ്രയാസങ്ങൾ കൊണ്ടോ നമ്മുടെ നെഞ്ചു വേദനിക്കുന്നുണ്ടെങ്കിൽ ആ ഞെരുക്കം അവനറിയുന്നുണ്ടെന്ന്.
നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അവൻ പൂർണ്ണമായി ബോധവാനാണ്. അപ്പോ ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ കാരണം മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുമ്പോൾ, ഹൃദയത്തിന് ഒരു ഇടുക്കം അനുഭവപ്പെടുമ്പോൾ, ഈ ദിവ്യഗ്രന്ഥം തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന പ്രതിവിധി എന്തായിരിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം സൂറത്തുൽ ഹിജ്റിന്റെ അവസാനത്തിൽ അല്ലാഹു തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ഏത് ഭാരവും ഇറക്കിവെക്കാനുള്ള 3 വഴികൾ. 1. തസ്ബീഹ്, നിന്റെ രക്ഷിതാവിനെ ധാരാളമായി സ്തുതിക്കുക. 2. സുജൂദ്, അവനു മുന്നിൽ നെറ്റിത്തടം വെച്ച് പ്രണമിക്കുക. 3. ഇബാദത്ത്, മരണം വരെ അവനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. ഓർമ്മയിൽ വയ്ക്കാനും ജീവിതത്തിൽ പകർത്താനും കഴിയുന്ന ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തവുമായ ഒരു പ്രതിവിധി.